നമ്മുടെ മുസ്ലിമീങ്ങൾ പലരും പല ആളുകളും വിവരമില്ലാത്തതിൻ്റെ പേരിലും വിവരമുള്ളവരെ അനുസരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പേരിലും ധാരാളം ആളുകൾ നിരവധി തട്ടിപ്പുകളിൽ കുടുങ്ങിപ്പോവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉള്ള ധാരാളം തട്ടിപ്പുകൾ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ ഇതിനൊന്നും ഉത്തരവാദികളല്ല. കാരണം നമ്മുടെ പണ്ഡിതന്മാർ മുമ്പേ തന്നെ വ്യാജ തരീഖത്തുകളെ സംബന്ധിച്ച് അതുപോലെ വ്യാജ ആത്മീയവാദികളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയവരാണ്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ബഹുമാനപ്പെട്ടവർ പറയാണ്, ലാ യഖ്ദഅൻക ഖൗലു അർബാബിൽ ഗുറർ ബിഖിലാഫി മാ മിൻ ഖൗലിൻ മുകിൽ വസഫീനതു ശറഇ ശരീഫി മത്ലഖൻ ഫതറി അൽവാഹുഹാ സുമ്മൽ ഹലാകു വഖദ് ഖുദിർ. ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിക്കാതെ, ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാതെ ശരീഅത്താകുന്ന കപ്പലിന്റെ പലകകൾ പൊളിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും തന്നെ രക്ഷയ്ക്ക് മാർഗമില്ല. അതുകൊണ്ട് തന്നെ ശരീഅത്തൊന്നും നോക്കേണ്ടതില്ല, ഞങ്ങൾ തരീഖത്തിന്റെ ആളാണ്, ഞങ്ങൾ ശൈഖാണ് എന്നും പറഞ്ഞിട്ട് ചതിയിൽ പെട്ടുപോയവരുടെ വാക്കുകളൊന്നും നീ സ്വീകരിച്ച് നീ പെട്ടുപോകരുതേ മനുഷ്യ എന്ന് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അക്കാലത്ത് പറയാൻ. എന്താ പറയാൻ കാരണം? ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുണ്ടോട്ടി തരീഖത്ത് വന്നു. എന്നിട്ട് മുഹമ്മദ് ഷാ തങ്ങൾ എന്നൊരു തങ്ങൾ വന്നു. അയാൾ ഷിയാക്കളുമായി ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് മറ്റുള്ളവർ സുജൂദ് ചെയ്യണം എന്ന് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുജൂദ് ചെയ്യണം. മാത്രം സുജൂദ് അല്ലാഹ്ക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പാടില്ല. ഇപ്പോഴുണ്ട് ചില ജാഹിലിങ്ങൾ മഖ്ബറയിൽ പോയിട്ട് സുജൂദ് ചെയ്യുന്നവർ. അജ്മീറിലും നാഹൂറിലും അതുപോലത്തെ സ്ഥലത്തെല്ലാം പോയിട്ട് സുജൂദ് ചെയ്യുന്ന ജാഹിലിങ്ങളുണ്ട്. ഒരിക്കലും മുസ്ലിം പണ്ഡിതന്മാരായ ഉത്തരവാദികളല്ല. നമ്മുടെ മദ്രസാ പുസ്തകത്തിൽ വരെ അത് പാടില്ലാത്തതാണ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇടമുട്ടത്ത് വെച്ച് മുജാഹിദുകളുമായി സംവാദം നടത്തുമ്പോൾ നമ്മളൊരു സഖാഫി സൃഷ്ടികളല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മളെ സക്കരിയ സലാഹി പറഞ്ഞപ്പോൾ കുടുങ്ങുകയും ചെയ്തു. കാരണം അതിൻ്റെ അപ്പുറം വായിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. വായിച്ചു നോക്കുമ്പോൾ ഒരിക്കലും തന്നെ അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാണ് അതിലുള്ളത്. അതേ സമയത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മലക്കുകൾ സുജൂദ് ചെയ്ത് ശിർക്കാന്ന് പറയാൻ പാടില്ല എന്നാണ് ഉള്ളത്. അപ്പൊ അയാളത് കബളിപ്പിക്കാൻ വേണ്ടി വായിച്ചതായിരുന്നു. വാസ്തവത്തിൽ ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ജൂൺ 6 വെള്ളി ഇന്നല്ലേ അല്ലേ? ജൂൺ 6 വെള്ളി ഇന്നല്ലേ? ഇന്നത്തെ പത്രം ഉറൂസ് അനാചാരങ്ങളിൽ വിശ്വാസികൾ വിട്ടുനിൽക്കണം. SYS തിരുവനന്തപുരം മഹാത്മാക്കളുടെ മക്ബറയിൽ ഉറൂസ് എന്ന പേരിൽ നടക്കുന്ന വാർഷിക പരിപാടികളിൽ ഇസ്ലാം കർശനമായി നിരോധിച്ച കലാപരിപാടികളും മറ്റും നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ലെന്ന് സമസ്തകല സുന്നിയൻ സംഘം SYS ജില്ലാ നേതൃത്വം അഭിപ്രായപ്പെട്ടു. എന്താ ഇത് പറയാൻ കാരണം? അവിടെ ഭീമാപ്പള്ളി ഉറൂസ് വരുന്നുണ്ട്, എല്ലാ സിനിമാ നടന്മാരും ഉണ്ടാവും, പിന്നെ എല്ലാ ഗാനമേളക്കാരും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, എന്താണ് നടക്കുന്ന ഓരോരോ തെമ്മാടിത്തങ്ങൾ ഓരോ ഭാഗത്ത്.